അറിയട്ടെ. വ്യക്തിയാണ്. ഒരു ഹൃദയം നിന്ന് ഓണാശംസ അറിയിക്കുന്നത് നല്ല കൈയടിയോടെ നമ്മുടെ വേദിയിലേക്ക് കടന്നിരിക്കേണ്ടത് നമ്മുടെ ADSന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകളും നമ്മുടെ വേദിയിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. നമ്മുടെ മുഴുവൻ ആളുകളും ADSമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും വേദിയിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. നമ്മുടെ വികസിത തലമയിൽ മഹിളാ ഓണത്തിന്റെ സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ തരംഗം സൃഷ്ടിച്ച നമ്മുടെ ജെൻസി കുട്ടികളുടെ ഒരു സമയത്തെ ഹരമായിരുന്ന പ്രിയപ്പെട്ട റോബിൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ PSC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് അതിശക്തമായ സമരങ്ങൾക്ക് ജലപീരങ്കി ഉൾപ്പെടെയുള്ള പോലീസിന്റെ ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പോരാടിയതിന്റെ പേരിൽ ഇന്ന് നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റോബിൻ രാധാകൃഷ്ണൻ അവர்களാണ് ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഉള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് അഭിമാനത്തോടു കൂടി വന്ന് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകി. ആ ഉറപ്പ് പാലിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് തിരക്കുകളുണ്ടായിട്ടും എറണാകുളത്ത് നിന്നും രാവിലെ ഇത്രയും തിരക്കുകൾക്കിടയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഓടി ഈ ചെറിയ നാട്ടിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലത, മനസ്സിന്റെ വലിപ്പം തുറന്നു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാൽ അവർ മനഃപൂർവ്വം ഒരു ചെറിയ പരിപാടിയല്ലേ അത് ഒഴിഞ്ഞു കളയാമെന്ന നിലയിൽ സ്വന്തം കാര്യം നോക്കി പോകുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് ഈ കുഞ്ഞു നാട്ടിലെ കുഞ്ഞു ഓണാഘോഷ പരിപാടിയിലേക്ക് അദ്ദേഹം അത്രയും റിസ്ക് സഹിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയൊരു മഹത്വമായി ഞാൻ കാണുന്നത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ഗസ്റ്റുകളും വരുന്ന സമയത്ത് സമയം ഒന്ന് താമസിച്ച് അദ്ദേഹം 4:30 മണിയാണ് പറഞ്ഞത്. അവർ ഓരോരുത്തരും നമ്മളോട് പറയും, പറ്റില്ല, ഞാൻ വന്ന സമയത്ത് വന്ന് ഈ കൃത്യസമയത്ത് തിരിച്ചു പോകണമെന്നാണ്. ഏകദേശം 1.5–3 മണിക്കൂർ വാഹനത്തിൽ ഈ റോഡിന്റെ ഒരു വശത്ത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സമയത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ അമ്മമാർ പങ്കെടുക്കുന്ന പരിപാടി ഒന്ന് കഴിയട്ടെ എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം കാത്തു നിന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ട് പറയാവുന്ന മറ്റൊരു കാര്യമാണ്. അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ അമ്മമാർക്ക് എന്നുള്ള ഒറ്റ വാക്കിന്റെ പുറത്താണ് അദ്ദേഹം ഇത്രയും റിസ്ക് എടുത്ത് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമത്തിന്റെ ഇടയ്ക്കും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ആശംസകൾ അറിയിക്കുവാൻ വേണ്ടിയിട്ട് CDSന്റെ മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീജ ചേച്ചിയെ ക്ഷണിക്കുന്നു. പ്രിയ ശ്രീജ ചേച്ചി. നമ്മുടെ വിശിഷ്ട അതിഥിയായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അതേപോലെ ഞങ്ങളുടെ ADSന്റെ വൈസ് പ്രസിഡന്റ്, ബാക്കി ADSന്റെ മറ്റംഗങ്ങൾ, കുടുംബശ്രീ അമ്മമാരെ, പെട്ടെന്ന് പ്രയോഗിച്ചോ. 5 സംസ്ഥാനങ്ങൾക്കൊപ്പമുള്ള ഏറ്റവും പ്രത്യേകതരമായിട്ടുള്ള ആളുകളെയാണ് ലഭിക്കുന്നത്. അടുത്തതായി നമ്മുടെ ജെൻസി വിഭാഗത്തിൽ നിന്നോ പെൺകുട്ടികളെ റോഡിലൂടെ വലിച്ചെടുത്ത കരുത്തരായ ആമ്പിള്ളേർ ജെൻസി ബോയ്സ് പോയോ കടകളുള്ള
तब शुभ नामे जागे, तब शुभ आशीष मागे, गागे तब जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे। അവിടെ ആ ഷീറ്റിൻ്റെ അരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളം വെട്ടം മുന്നിൽ നീട്ടിയാ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നമ്മളെ കൊണ്ടാക്കാം. ഈ പറ ഇങ്ങോട്ട് വന്നില്ല. എല്ലാ പേഴ്സണൽ അക്കൗണ്ടിലും ഫ്രണ്ടിൽ പോയി കിടക്കും. അവന് എങ്ങനെയുണ്ട് അഞ്ജലി വന്നിട്ട് നാട്ടുകാരുടെ ഒക്കെ സ്നേഹമൊക്കെ? നിങ്ങൾ കാണുന്നില്ലേ? ആ അല്ല അതിനെ കുറിച്ച് എന്താ എൻ്റെ നോക്ക്? ഒരുപാട് സന്തോഷം. പഠിക്കട്ടെ. ഇത് ആദ്യത്തെ ഓണമാണോ ഓണാഘോഷം ഇവിടുത്തെ ഈ വർഷത്തെ? ആക്ച്വലി സത്യം പറഞ്ഞാൽ വലിയ ഓണാഘോഷമൊന്നുമില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം 40 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കാരണം വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വന്ന. താങ്ക് യു. ഓക്കെ പോയിട്ട് വരാം. ബ്രോ ഹാപ്പി അല്ലേ? ചേട്ടാ കാണാം. ഓക്കെ ബ്രോ. അപ്പം ഹാപ്പിയാണോ? താങ്ക് യു. ഉള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് അഭിമാനത്തോടു കൂടി വന്ന് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകി. ആ ഉറപ്പ് പാലിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് തിരക്കുകളുണ്ടായിട്ടും എറണാകുളത്ത് നിന്നും രാവിലെ ഇത്രയും തിരക്കുകൾക്കിടയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഓടി ഈ ചെറിയ നാട്ടിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലത, മനസ്സിന്റെ വലിപ്പം തുറന്നു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാൽ അവർ മനഃപൂർവ്വം ഒരു ചെറിയ പരിപാടിയല്ലേ അത് ഒഴിഞ്ഞു കളയാമെന്ന നിലയിൽ സ്വന്തം കാര്യം നോക്കി പോകുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് ഈ കുഞ്ഞു നാട്ടിലെ കുഞ്ഞു ഓണാഘോഷ പരിപാടിയിലേക്ക് അദ്ദേഹം അത്രയും റിസ്ക് സഹിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയൊരു മഹത്വമായി ഞാൻ കാണുന്നത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ഗസ്റ്റുകളും വരുന്ന സമയത്ത് സമയം ഒന്ന് താമസിച്ച് അദ്ദേഹം 4 മണിയാണ് പറഞ്ഞത്. അവർ ഓരോരുത്തരും നമ്മളോട് പറയും പറ്റില്ല, ഞാൻ വന്ന സമയത്ത് വന്ന് ഈ കൃത്യസമയത്ത് തിരിച്ചു പോകണമെന്നാണ്. ഏകദേശം 1.5–3 മണിക്കൂർ വാഹനത്തിൽ ഈ റോഡിന്റെ ഒരു വശത്ത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സമയത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ അമ്മമാർ പങ്കെടുക്കുന്ന പരിപാടി ഒന്ന് കഴിയട്ടെ എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം കാത്തു നിന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ട് പറയാവുന്ന മറ്റൊരു കാര്യമാണ്.